തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഹായ് ഓൾ. സോ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന അല്ലെങ്കിൽ എത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാ? ഓണപ്പാട്ട്, ഓണസദ്യ, അത്തപ്പൂക്കളം, മാവേലി, പുലിക്കളി, അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ലോകത്തുള്ള എല്ലാ മലയാളികളും ജാതി ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാലോ. ഓണത്തിന്റെ മഹത്വവും സ്നേഹവും പങ്കുവെക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് ഒത്തുചേരാം. സമൃദ്ധിയും സന്തോഷവും നിറയുന്ന ഓണാഘോഷത്തിന് സ്വാഗതം. സോ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വർഷത്തെ ലേൺ വൈസ് ടീം സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി ആയിട്ടുള്ള ലേൺ വൈസ് ഓണം 2024ലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. സോ വെൽക്കമിങ് എവ്രി വൺ ടു അവർ പ്രോഗ്രാം. ഓണാഘോഷം എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് എന്താ പറയാ, പൂർണ്ണമായിട്ട് നമ്മളിലൊരു സന്തോഷം മാത്രമല്ല. നമുക്കറിയാം പലരുടെയും മനസ്സിൽ അന്നും ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. സോ അതിൽ നമുക്കറിയാം ഒത്തിരി ആളുകളുടെ ജീവിതം നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഒത്തിരി ആളുകളുടെ എന്താ ലൈഫും അവർക്കുണ്ടായിട്ടുള്ള വീടുകള് അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകള്, അവരുടെ ബന്ധുക്കള്, ഇവരൊക്കെ അതൊക്കെ തന്നെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് അല്ലെ. സോ ആ ഒരു അവസ്ഥയിൽ ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ദുരിതം അനുഭവിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും നമുക്ക് സ്മരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു സൈലന്റ് പ്രേയറിൽ നിന്നും നമുക്ക് ഈ പരിപാടി എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay, thank you all for joining the prayer. എത്രയെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു കരുത്തുറ്റ കൂട്ടരാണ് നമ്മൾ മലയാളികൾ, അല്ലെങ്കിൽ കേരളം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കടന്നുപോയ എല്ലാ അവസ്ഥകളും. അതായത് നമ്മുടെ പ്രളയമായിക്കൊള്ളട്ടെ, കോവിഡ്, വിവിധ തരം പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയെല്ലാം ഇവയെല്ലാം തരണം ചെയ്ത് ഒരു നല്ല നാളേക്കായി പ്രതീക്ഷിക്കുന്ന നമുക്ക് മുന്നേറാം. ഓണം അത് ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നുചേരുന്നതും മുന്നോട്ടുള്ള സമ്പൽ സമൃദ്ധിക്കായി ആശംസിക്കുന്നതുമായ നിമിഷങ്ങൾ. അങ്ങനെ ഈ വർഷത്തെ ലേൺ വൈസ് ഓണം 2024 പൂവേ പൊലി കൊടിയേറുകയായി. ലെറ്റ് സ്റ്റാർട്ട് അവർ സെലിബ്രേഷൻ. എല്ലാവർക്കും അറിയാം എന്താ, നമ്മൾ കുറെ നല്ല പാട്ടുകളും കളികളും വിവിധ മത്സരങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മളുടെ കൂടെ ഹോൾ ലേൺ വൈസ് ടീം സന്നദ്ധരാണ്. അവർ കോർ ടീം മെമ്പേഴ്സ്, മെന്റേഴ്സ്, അതർ സ്റ്റാഫ് ആൻഡ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ലേണേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ ഇതൊരു സെലിബ്രേഷൻ അല്ലേ, എല്ലാവരും മാക്സിമം ക്യാമ്പ് ആക്കി തന്നെ നമ്മളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, പോസിബിൾ ആയിട്ടുള്ള എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിരിക്കുക. നമുക്ക് ഒരു സെലിബ്രേഷൻ മോഡാണ്, നമ്മളുടെ സ്റ്റഡീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളുടെ ഒരു മൈൻഡ് ലെവൽ അല്ല. അപ്പം മാക്സിമം അറ്റൻറ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. നമ്മളുടെ ഓരോ കളികളിലും ഓരോ ഗെയിംസിലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ആദ്യമായി നമ്മുടെ ലേൺ വൈസ് ടീമിലെ സിഇഒ ആയ റഹി സാറിനെ നമ്മുടെ ഈ ലേൺ വൈസ് ഓണം 2024 ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സാർ. റഹി സാർ, ഓവർ ടു യു. താങ്ക് യു സ്നേഹ മാം. ഫാത്തിമ മാമിന്റെ ഒരു അടിപൊളി ഗാനമായിട്ടാണ് നമ്മുടെ ഓണം പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ ഓൾ ലേൺ വൈസ് ഫാമിലി നമ്മൾ മീറ്റ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് അതിന്റെ അത്രത്തോളം സ്ട്രെങ്ത് നമുക്കുണ്ട്. നമ്മുടെ ലേണേഴ്സും നമ്മുടെ മെന്റേഴ്സും മറ്റ് അക്കാഡമിക്സ് ഡിവിഷനിലും അതുപോലെ തന്നെ മറ്റ് ഡിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന PCs ആയിക്കോട്ടെ, അഡ്മിഷൻ ഡിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു ഫാമിലി തന്നെയാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവരും മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ ലേണേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശങ്ങളിലൊക്കെ ഉള്ള ലേണേഴ്സ് നമുക്കുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വിർച്വൽ ആയിട്ട് ഇങ്ങനെ സൂമിൽ വന്നിട്ട് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒത്തുകൂടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിലും മാക്സിമം എല്ലാവരും വളരെ റയർ ആയിട്ടായിരിക്കും നമ്മുടെ കുറെ ഫേസസ് ഒക്കെ കാണുന്നുണ്ടാവുക. പലപ്പോഴും നമുക്ക് അറിയുന്ന ഒരുപാട് പേരൊക്കെ ചിലപ്പം ലേൺ വൈസിൽ ഉണ്ടായിരിക്കും, ഇപ്പൊ ലേണേഴ്സിന്റെ കേസസിലൊക്കെ ആണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ രീതിയിൽ
പരിചയപ്പെടാനും അല്ലെങ്കിൽ നീ ഉണ്ടല്ലോ ലെൻ വൈസിൽ എന്നുള്ള രീതിയിലൊക്കെ അറിയാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ പരമാവധി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അൺമ്യൂട്ടാക്കി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ നമുക്ക് 300 പേര് ഇപ്പം നമ്മുടെ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഇവന്റിൽ ഉണ്ടായിരിക്കാം. എനിവേ വളരെ ഇപ്പൊ നിങ്ങളെല്ലാവരും ഓണത്തിന്റെ ആ ഒരു സദ്യയൊക്കെ കഴിച്ച് തിരുവോണം എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഒരു ഫേസിലാണെന്ന് അറിയാം. പക്ഷെ നിങ്ങളുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലേൺ വൈസിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ ഓണത്തിന്റെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും ഉണ്ടാവട്ടെ. ആദ്യ അവസാനം വരെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ സ്പെഷ്യലായിട്ട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുവാണ്. അപ്പം ഒഫീഷ്യലായിട്ട് ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത് എന്ന് അറിയിക്കുകയാണ്. എനിവേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് റയി സർ. സോ ഇനി എന്തായാലും നമുക്ക് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത് അറിയാം. നമുക്ക് ഇവിടെ പല പല ഓണം കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂടാനാണെന്ന് അറിയാം. അപ്പം നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷൻ കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഓൺലൈൻ കോമ്പറ്റീഷൻ. സോ അതിൽ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണപ്പാട്ട് കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ആളുകൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന ഓണം പാട്ടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ശിവശ്രീനെയാണ് ഫ്രം BBA ജൂലൈ 24 ബാച്ച്. ഓക്കെ, നമസ്കാരം. സിപി പള്ളിപ്പുറത്തിന്റെ ചിങ്ങപ്പൂവിളി എന്ന ചെറു കവിതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അല്ലിയും ഇല്ലിയും പൂമുല്ല വള്ളിയും നെല്ലിയും മല്ലിയും പൂവണിഞ്ഞ് തീയും ഇത്തിയും ചിത്തിച്ചെടികളും പുത്തനിലഞ്ഞിയും പൂവണിഞ്ഞ് പൊൻചിങ്ങമെത്തുന്നു പൊൻവെയിലെത്തുന്നു പൊന്നോണമോടിയണഞ്ഞിടുന്നു പൂമഴ പെയ്യുന്നു പൂമണം വീശുന്നു പൂക്കാലം പിലി നിവർത്തിടുന്നു പൂത്തുമ്പി മൂളുന്നു പൂവിളി പൊങ്ങുന്നു പൂക്കളമെങ്ങും നിറഞ്ഞിടുന്നു മിന്നുന്ന പൊന്നിൻ വിളക്കുമയന്തിക്ക് മിന്നാമിനുങ്ങുകൾ പാറിടുന്നു മാമല നാടിനെ പാലിച്ചു പോറ്റിയ മാവേലി എത്തുവാൻ നേരമായി പൂവേ പോലെ പോലെ പാടിയൊരുങ്ങുവിൻ പൂവട ചുട്ടു നിരത്തിടുവിൻ ചിങ്ങമെത്തുന്നു പൊൻവെയിലെത്തുന്നു പൊന്നോണമോടിയണഞ്ഞിടുന്നു തിത്തകം 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 ഒത്തുകളിക്കുവിൻ പുത്തരി വെച്ചു വിളമ്പിടുവിൻ. നന്ദി. ഓക്കെ, താങ്ക് യു ശിവശ്രീ. നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന പാട്ടൊക്കെ കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ഒക്കെ വേണം ഇടാം കേട്ടോ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ആളിനെ നമുക്ക് വിളിക്കാം. സോ നെക്സ്റ്റ് വിളിക്കാൻ വേണ്ടി പോകുന്നത് ആനന്ദ് അജയനെയാണ് ഫ്രം BCA. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഞാനൊന്നൊരു ചെറിയൊരു പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. എന്നെ കൊണ്ട് ആവുന്ന പോലെ പാടാം. ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലവേവാ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ ഉദയ്ക്കും പൊന്നാടയായി നീ വാ ഉത്രാട
യു സോ മച്ച് ആനന്ദ്. ഹാപ്പി ഓണം. ഓക്കെ, സോ നമുക്ക് അടുത്ത ലേണറിനെ നമുക്ക് വിളിക്കാം. സുജാത NV ഫ്രം BA ഇംഗ്ലീഷ് ബാച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം കഴിഞ്ഞെങ്കിലും ഹാപ്പി ഓണം നേരുന്നു. ഞാനിവിടെ പാടാൻ ശ്രമിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് MK അർജുനൻ മാസ്റ്റർ ഈണം നൽകി വാണി ജയറാം ആലപിച്ച തിരുവോണം എന്ന ഫിലിമിലെ ഒരു പഴയ ഗാനമാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവയിൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി ഓടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാം ഓണക്കിളി ഓണക്കിളി ഓണക്കിളി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടിപ്പാട്ടിൻ നൂപുരം കിലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു പാഞ്ഞിടുന്നു പാഞ്ഞിടുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. താങ്ക് യു. ഓക്കെ, നമ്മൾ കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ കേട്ടല്ലേ. നമ്മളുടെ ആസ് എ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും നമ്മളുടെ ഓണ സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു കവിത, കുറച്ച് പാട്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം അല്ലേ. നമ്മളൊരു ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ ബാക്ക് ടു കോളേജ്, ഒരു ലൈവ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ലൈവ് നമ്മളുടെ ഒരു ഓണം സെലിബ്രേഷനിലോട്ട് നമ്മളും എത്തിച്ചേർന്ന പോലെ ഒരു ഫീൽ ഒക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് എനർജറ്റിക് ആക്കാൻ നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. അടുത്തത് നമ്മളുടെ മത്സരങ്ങൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് പൊക്കോളും. അപ്പം ഫസ്റ്റ് ഗെയിം നമുക്ക് എന്താന്ന് നോക്കാം. നമ്മുടെ ലേൺ വൈസ് ഓണം 2024 ഫസ്റ്റ് ഗെയിം ആണ് ആരാദ്യം പറയും. എല്ലാരും റെഡി ആണല്ലോ അല്ലെ? ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ ക്യാമറ ഒക്കെ ഓൺ ആക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിന് നമുക്ക് വേറെ പ്രോപ്പർട്ടിയും കൂടെ വേണം. അതായത് ഒരു പേപ്പറും പേനയും. നമ്മളെ ഓണം റിലേറ്റഡ് ആണ് എന്ന് ഏതായാലും നമുക്കറിയാം. അപ്പം നെക്സ്റ്റ് സ്ക്രീൻ ഒന്ന് പോവും. നെക്സ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് അതിനകത്തുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് നോക്കാമേ. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് പോവും. ഓക്കെ, ആരാദ്യം പറയും. അതില് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ വേഗത്തിൽ എഴുതുക. അപ്പൊ തന്നെ നമുക്ക് ഒരു പേപ്പർ പേനയൊക്കെ അടുത്തുള്ളത് കരുതി വെക്കുക. നമുക്ക് ആകെ മൊത്തത്തിൽ 30 സെക്കൻഡ് ആണുള്ളത്. 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് അറിയാവുന്ന അത്രയും ഓണമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ്, അത് മലയാളം ആകാൻ മാക്സിമം ശ്രദ്ധിക്കുക. മലയാളത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മലയാളം വേർഡ്സ് തന്നെ യൂസ് ചെയ്യുക.
മലയാളം വാക്കുകൾ, ഞാനും മലയാളം പറയാം, മലയാളം വാക്കുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്ത് മാക്സിമം ഈ 30 സെക്കൻഡിൽ എത്ര വേർഡ്സ് എഴുതുന്നു അത് നിങ്ങൾ ആദ്യം പേപ്പറിൽ എഴുതുക. അത് 30 സെക്കൻഡ് ആയിരിക്കും. ഞാൻ ടൈം സ്റ്റോപ്പ് പറയുന്ന സമയത്ത്, ഇപ്പോഴേ എഴുതി തുടങ്ങല്ലേ, പലയിടത്തും കൈയൊക്കെ അനങ്ങുന്നു. നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, അതനുസരിച്ച് ചാറ്റ് ബോക്സിൽ എത്ര വേർഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എഴുതാം. അപ്പം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 ഗോ. പേപ്പറും പേനയെല്ലാം സെറ്റല്ലേ? ഓക്കെ, സ്റ്റോപ്പ്. 30 സെക്കൻഡ് ആയിട്ടുണ്ടേ. 30 സെക്കൻഡ് ആയി. അത്യാവശ്യം പേപ്പർ എടുക്കാത്തവർക്ക് ഒരു ഗ്യാപ്പായിട്ട് ഒരു കുറച്ച് ടൈം കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര വേർഡ്സ് കിട്ടിയെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. എത്ര വേർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടിടുക. ഓക്കെ ഓക്കെ 11 8 9 4. ഓക്കെ, ഇതില് ഞാന് ഇപ്പൊ പേര് പറയാം. അഭിനവ്, ചിന്നു ശ്യാം. ഓക്കെ, 13 വേർഡ്സ് കിട്ടിയിരിക്കുന്ന ചിന്നു. അതല്ലാതെ ഹയർ ആർക്കും ഇല്ലല്ലോ? 13 കിട്ടിയിട്ടുള്ള ആൾക്ക് ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്യണേ. 13 വേർഡ്സ് കിട്ടിയിരിക്കുന്ന ചിന്നു ശ്യാം ഉണ്ട്. നെക്സ്റ്റ് 15 കിട്ടിയിരിക്കുന്ന ആളുണ്ട് അല്ലേ? 15 കിട്ടിയിരിക്കുന്ന ആള് 15 മുകളിലോട്ടില്ലല്ലോ അല്ലേ? ഫസ്റ്റ് 15 കിട്ടിയിരിക്കുന്ന കല ഒന്ന് ക്യാമറ ഓൺ ആക്കി ഒന്ന് വരൂ. ആ വേർഡ്സ് ഒന്ന് വായിക്കൂ. 15 വേർഡ്സ്. മാവേലി, ഓക്കെ, ഓണത്തപ്പൻ, ഉം. പൂക്കളം, ഉം. തുമ്പപ്പൂ, ഉം. അത്തം, ഉം. ഓണനിലാവ്, ഉം. ഓണ അവധി, ഉം. ഓണസദ്യ, ഉം. ഓണക്കളി, ഉം. ഓണത്തല്ല്, ഉം. ഉത്രാടപ്പാച്ചിൽ, ഉം. ഓണപരീക്ഷ, ഉം. ഓണപ്പാട്ട്, ഉം. ഓണപ്പുടവ, ഓണാഘോഷം. ഓക്കെ, 14 അല്ലേ ഉള്ളൂ? 14 ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇരിക്കുന്ന 13 വന്നിരിക്കുന്നവർ, 13 വേർഡ്സ് കിട്ടിയിരിക്കുന്നവരെ. 13 കിട്ടിയിരിക്കുന്നത് ചിന്നു ശ്യാം. ചിന്നു, ഓക്കെ, ഓൺ ഡ്യൂട്ടിയിലാന്ന് തോന്നല്ലോ ആള്. ഓക്കെ, വേർഡ്സ് ഒന്ന് പറയുമോ? വേർഡ്സ് ഒന്ന് പറയുമോ? പറയട്ടെ. പറഞ്ഞു. പൂക്കളം, അത്തം, ഓക്കെ, തൂവെപ്പൊലി, മാവേലി, ഊഞ്ഞാൽ, ഉം. ഓലക്കുട, ഉം. മാവേലി മന്നൻ, ഉം. ഓണസദ്യ, പായസം, ഉം. ഉപ്പേരി, തിരുവാതിര, ഓണപ്പൊട്ടൻ, കുമ്മാട്ടിക്കളി. ഓക്കെ, വെറൈറ്റി വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുമ്പത്തേനെക്കാട്ടും. ഓക്കെ, നെക്സ്റ്റ് റുക്സാന. നെക്സ്റ്റ് നമുക്ക് 15 വേർഡ്സ് കിട്ടിയിട്ടില്ല മിനി പി കെ ഉണ്ട്. ഉണ്ടോ? ആളെ 15 നമുക്കൊന്ന് വേർഡ്സ്. വിളിക്കാം. 15 വേർഡ്സ്. ഓക്കെ, മിനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വേർഡ്സ് പറയാമോ? മിനി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേർഡ്സ് പറയുമോ? ഓക്കെ, ആളില്ലാന്ന് തോന്നുന്നു. അന്നേരം പോയ മിനി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചിന്നുന്റെ ഒപ്പം തന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു 13 റുക്സാന. റുക്സാനയുടെയും കൂടെ ഒന്ന് വേർഡ്സ് കേൾക്കാം. ഓക്കെ, റുക്സാന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 13 വേർഡ്സ് പറയുമോ? ഓണക്കളി, പുലിക്കളി, പൂക്കളം, സദ്യ, ഉറിയടി, ലെമൺ സ്പൂൺ, മാവേലി, കസേരകളി, വടംവലി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, ആനക്ക് വാൽവാരിക്കൽ, ഓണമങ്ക, ഓണപ്പാട്ട്. ഓക്കെ, റുക്സാനയുടെ അടുത്ത് കുറെ വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ സംഭവങ്ങളിലോട്ട് കയറിപ്പോയി. ഓക്കെ, ഇപ്പം ഏറ്റവും കൂടുതൽ വേർഡ്സ് ഈ 30 സെക്കൻഡ്സ് കൊണ്ട് പെട്ടെന്ന് മനസ്സിൽ ഏറ്റവും കൂടുതൽ വേർഡ്സ് കൊണ്ടുവന്ന 2 പേര്,
ഓക്കെ, എനിക്കും 13 വേർഡ്സ് കിട്ടിണ്ടായിരുന്നു. നീത. എനിക്കും 13 വേർഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കാർത്തിക, നീത അല്ലേ? Can I say? പെട്ടെന്ന് നീത എന്ന വേർഡ്സ്. ഓക്കെ, ഓണാഘോഷം, ഓണപ്പാട്ട്, ഓണത്തല്ല്, ഓണക്കളി, ഓണം റീൽ, മാവേലി മന്നൻ, ഓണം ഔട്ട്ഫിറ്റ്, കളർ ഓണം, ഓണം സാരി ലുക്ക്, വടംവലി, ഓണസദ്യ. ഓക്കെ. ഓക്കെ, താങ്ക് യു നിത. കാർത്തിക അല്ലേ? ഓണപ്പാട്ട്. കാർത്തിക അല്ലേ നെക്സ്റ്റ് പറഞ്ഞേ? കാർത്തിക അല്ലേ നെക്സ്റ്റ് പറഞ്ഞേ? 13 വേർഡ്സ്. അതെ. ഓക്കെ, പറഞ്ഞോളൂ. ഓണസദ്യ, ഓണപ്പാട്ട്, ഓണപ്പൂക്കളം, ഓണക്കോടി, ഓണപ്പുടവ, ഓണപ്പൂവ്, ഓണക്കളി, ഓണക്കാഴ്ച, ഓണവില്ല്, ഓണപ്പൊട്ടൻ, ഓണനിലാവ്, മാവേലി. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഇത്രയും പേര് മതി അല്ലേ? അത്യാവശ്യം നമ്മൾ ആൾക്കാരെ വിളിച്ചു. ഇനിയിപ്പോ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്താലോ? നെക്സ്റ്റ് പാർട്ടിസിപ്പൻസിനെ നോക്കാം. നമുക്ക് പാട്ട് കോമ്പറ്റീഷനിലോട്ട് തന്നെ വീണ്ടും വരാം. ഓക്കെ, നമ്മൾ ഇത് കഴിയുമ്പോൾ ബാക്ക് ടു നമ്മൾ ഗെയിംസ് കളിക്കുന്നതായിരിക്കുമേ. സോ എല്ലാവരും സ്റ്റേ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത് മേഘ പീറ്ററിനെയാണ് ഫ്രം MBA ജൂലൈ 24 ബാച്ച്. മേഘ ഫ്രം MBA ജൂലൈ 24 ബാച്ച്. തകതീയം താരാതേ, തകതീയം താരാതേ, തകതീയം താരാതേ, തകതീയം താരാതേ. തിരുവോണത്തേരിലേറി പൊൻകനിയായി വരുമോ, തിരുമുറ്റം പൂക്കളാലെ നിറയും പറനിറയേ, ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാവാ. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ, തിരുമുറ്റം പൂക്കളാൽ നിറയും പറനിറയേ, ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാവാ. പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ. മണ്ണോടപ്പൂക്കളത്തിൽ തുമ്പപ്പൂക്കൾ ഒരു നുള്ളു പൂവിനാലെ നീ വായോ, ഒരു പൂക്കുടയൊന്നിൽ നിറമൊന്നേകോ, ഒരു വഞ്ചിപ്പാട്ടിൽ ചിറകുന്നേരോ. പൂത്തിരുവോണം പൊൻതിരുവോണം, പൂത്തിരുവോണം പൊൻതിരുവോണം, ചിങ്ങപ്പൂക്കാവിലെങ്ങും പുലരിച്ചന്തം, തിരുകോടി കൊണ്ടുവായോ പടിവാതിക്കൽ. തിരുവോണക്കാറ്റിൽ നടമാടുമ്പോൾ കളഭം കൊണ്ടുണ്ടോ കളഭം ചാത്താൻ. പൂത്തിരുവോണം പൊൻതിരുവോണം, പൂത്തിരുവോണം പൊൻതിരുവോണം, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ, പൂവേ പൊലിപൂവേ പൊലിപൂവേ പൊലിപൂവേ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു മേഘ. നമുക്ക് അടുത്തതായിട്ട് ബി ഹിസ്റ്ററി ജൂലൈ 24 ബാച്ചിലുള്ള അമൽ ടോമിനെ വെൽക്കം ചെയ്യാം. അമൽ ടോം. ഹലോ മാം, കേൾക്കാമോ? യെസ് യെസ് കേൾക്കാം. തിരുവാവണിരാവ്
മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുന്ന സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് പൂഞ്ഞാലിലാടുമ്പോൾ നിറവേറുമുണരുന്നു സംഗീതം സംഗീതം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് അമൽ. സോ അടുത്തതായിട്ട് നമുക്ക് ബി എ ഹിസ്റ്ററി ജൂലൈ 24 ബാച്ചിലുള്ള റംഷീനെ വെൽക്കം ചെയ്യാം. റംഷീന. നമസ്കാരം. പങ്കിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേറുന്ന ഈ ചിങ്ങ പുലരി ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയ കാലം നമുക്ക് ഒരുമിച്ച് ഓർമ്മിക്കാം. ഹൃദയമറിഞ്ഞ ഓണാശംസകൾ. തകതെയ്യം താരാട്ടേ തകതെയ്യം താരാട്ടേ തകതെയ്യം താരാട്ടേ തകതെയ്യം താരാട്ടേ തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ തിരുമുറ്റും പൂക്കളാലെ നിറയും പറനിറയേ ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാവാ തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ തിരുമുറ്റും പൂക്കളാലെ നിറയും പറനിറയേ ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാവാ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 തിത്തിത്താരാ തെയ്തോം തിത്തിത്താരാ തെയ്തോം തിത്തിത്താരാ തെയ്തോം തെയ്തോം
വന്നോണപ്പൂക്കളത്തിൽ തുമ്പ ഒരു നുള്ള പൂവിനാലെ നീയും വായോ. വന്നോണപ്പൂക്കളത്തിൽ തുമ്പപ്പൂക്കൾ ഒരു നുള്ള പൂവിനാലെ നീയും വായോ. ഒരു പൂക്കടയൊന്നിൽ നിറമൊന്നേകൂ, ഒരു വഞ്ചിപ്പാട്ടിൻ ചിറകൊന്നേകൂ. പൂത്തിരുവോണം പൊൻതിരുവോണം, പൂത്തിരുവോണം പൊൻതിരുവോണം. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ. ശ്രാവണ പുലരിയണിഞ്ഞേ പൂവാടികൾ പൂത്തുവിരിഞ്ഞേ, തങ്കനിലാ കുളിരില തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ. ശ്രാവണ പുലരിയണിഞ്ഞേ പൂവാടികൾ പൂത്തുവിരിഞ്ഞേ, തങ്കനിലാ കുളിരില തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ. പച്ചപ്പൂക്കളമെഴുതി കിളിപാടി തുമ്പികൾ പാടി, അനിഴപ്പൂക്കളമെഴുതി ഉത്രാടത്തേരുവരുന്നേ. ഹേ ഓണം പൊൻതിരുവോണം, പൂവിളി ഉയരും തുമ്പകൾ അഴകൊടുമലരിടും. ഓണം പൊൻതിരുവോണം, പൂവിളി ഉയരും തുമ്പകൾ അഴകൊടുമലരിടും. സാ സാ സനി സഗരി സനി സാ, സാ സാ സനി സഗരി സനി സാ, മാ മ ഗമ പ പനി സാ, മാ മ ഗമ പ പനി സാ. ഓണക്കളി കണ്ടേ ചുവടുകൾ സടുലം തപ്പടി താളം, ഓലക്കുട ചൂടി വാമനനെത്തി മാമല നാട്ടിൽ. പുലികളിയുടെ തുടിതാളം തിത്തിത്താരാത്തേതോ, കൈപ്പാട്ടിൻ പദമേളം തിത്തിത്താരാത്തേതോ. പുന്നമടച്ചാകര ഇളകി ചുണ്ടൻ കോടികൾ ഇരുട്ടുകുത്തി മത്സരമായി ജലരാജ പദവിയഴിഞ്ഞേ. പുന്നമടച്ചാകര ഇളകി ചുണ്ടൻ കോടികൾ ഇരുട്ടുകുത്തി മത്സരമായി കാരിച്ചാൽ ജലരാജ പദവി അണിഞ്ഞേ. ഓണം പൊൻതിരുവോണം, പൂവിളി ഉയരും തുമ്പകൾ അഴകൊടുമലരിടും. 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 താങ്ക് യു. താങ്ക് യു രംഷി. ഓക്കെ, സോ ഇനി നമുക്ക് എന്തായാലും ഗെയിം കളിക്കാം. കാരണം എനിക്കൊന്ന് കുറച്ചു പേരുടെയൊക്കെ എനർജി ഒക്കെ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് പോലെ തോന്നുന്നു. കാരണം കുറെ പേരൊക്കെ വെറുതെ ഇരിക്കുമല്ലേ, പാട്ട് കേട്ടിട്ട് അവർ വെറുതെ ഇരിക്കുമായിരുന്നു ഇത്രയും നേരം. സോ നമുക്ക് ആ ഒരു എനർജി തിരിച്ചു പിടിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? നിങ്ങൾക്ക് റിയാക്ഷൻ ഒക്കെ ഇടാം കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയണ്ട, നിങ്ങൾക്ക് റിയാക്ഷൻ ഒക്കെ ഇടാം. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഗെയിം എന്താന്ന് നോക്കാം. സോ നെക്സ്റ്റ് ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് ഓണവും ഇടവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് കാണിക്കും. സോ ആ പിക്ചേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓണം പാട്ട് ഏതാണെന്നുള്ളത് ഗസ് ചെയ്യുക. ഓക്കെ, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സോങ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. കുറച്ച് പിക്ചേഴ്സ് കാണും. സോ പിക്ചേഴ്സ് ആയിരിക്കും ക്ലൂ ആയിട്ടുള്ളത്. ആ ക്ലൂ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ പാട്ട് ഏതാണെന്നുള്ളത് ഗസ് ചെയ്യുക. നിങ്ങൾക്ക് ആ സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് കാണുന്നുണ്ടോ? യെസ്, സ്ലൈഡ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഇതാണ് കിടക്കുന്നത്. ഫസ്റ്റ് സ്ലൈഡ് ആണ്. ഒന്ന് മാറ്റുവോ? ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ സ്ലൈഡിൽ കാണാം കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. സോ അത് എന്ത് ചെയ്യാം, നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ഏത് പാട്ടാണ് ഗസ് ചെയ്യുക. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സോങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കേട്ടോ, നിങ്ങൾ ഗസ് ചെയ്യുന്നത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ മ്യൂട്ട് ആയിരിക്കണം, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഫസ്റ്റ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്ത് പെട്ടെന്ന് ആദ്യം ക്ലൂ കിട്ടുന്നവരാരോ അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അതനുസരിച്ച് പറയാം. ചാറ്റ് ബോക്സ് റെഡിയാക്കാം. ഈ ഫസ്റ്റ് ക്ലൂ ആരായിരുന്നു? മുമ്പ് നിധിയാണോ മൈക്ക് ഓൺ ആക്കി ആദ്യം വന്നത്? ഓക്കെ, നിത ക്ലൂ വെച്ചിട്ട് പേര് പറയൂ. ഓണപ്പാട്ടിൻ ഓണം ചെമ്പപ്പൂവേ. ഓണപ്പാട്ടിൻ താളം തല്ല. ഇപ്പൊ ചാറ്റ് ബോക്സ് ഓക്കെ ആയിട്ടുണ്ടേ. നെക്സ്റ്റ് പിക്ചർ തൊട്ട് നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് പിക്ചർ വരുമ്പോൾ ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയയും കിട്ടിയല്ലോ സംഗതി എന്താന്ന്. അപ്പൊ ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഓണം റിലേറ്റഡ് പാട്ട് നോക്കാം. ഇനി ഹാൻഡ് റൈസ് ചെയ്യണ്ട, നിങ്ങൾ പാട്ട് ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് വന്നിട്ടുണ്ട്. ഇത് ഗസ് ചെയ്തോളൂ കേട്ടോ. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. മ്യൂട്ട് ചെയ്തോ കേട്ടോ. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, കുറെ പേരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഈസി ആയി പോയിന്ന്, എല്ലാവരും ഗസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആട്ടോ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ. സ്ലൈഡ് മാറ്റുവോ? പറഞ്ഞാ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് വന്നു. മൂന്നാമത്തെ ചാറ്റ് ബോക്സിൽ പെട്ടെന്നിട്ടേ ആരാണ് പെട്ടെന്ന് ഓണത്തുമ്പി. മ്യൂട്ട് ചെയ്തോ ചാറ്റ് ബോക്സിൽ ഇട് പെട്ടെന്ന്. ഓക്കെ, കുറെ പേരൊക്കെ ഗസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളത്. അടുത്ത സ്ലൈഡ് പ്ലേ ചെയ്യുവോ? ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. മ്യൂസിക് കോമ്പറ്റീഷനിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ എല്ലാം ഉണ്ട്. പെട്ടെന്ന് ഇത് എളുപ്പമുള്ള ക്ലൂ ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം തന്നെ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഇതാണ്. ലാസ്റ്റ് പാട്ട് ഏത് പാട്ടാണ്? ആരാണ് ആദ്യം ചാറ്റ് ബോക്സിൽ ഇടുന്നത് നോക്കട്ടെ. ഓണവില്ലും തമ്പുരുമിട്ടും വീടാണ് ഈ വീട്. മ്യൂട്ട് ചെയ്തോ? നമുക്ക് നോക്കാം. പ്ലേ ചെയ്യോ? ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണ് ഈ വീട്, എന്നും പൂക്കണി വിടരും വീടാണ് ഈ വീട്, കൂട്ടുകുടും. ഓക്കെ, എനിക്കൊന്ന് കുറെ പേരൊക്കെ ആക്റ്റീവ് ആയിട്ട് ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ. എല്ലാവരും പോയി ഒന്ന് ഉഷാറായി അവര് എല്ലാരും. ശരിക്കും ഗെയിമിലോട്ടൊന്ന് ഉഷാറായി ആക്റ്റീവായിട്ട് വന്നു ഇവര്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് നെക്സ്റ്റ് പാട്ട് കേൾക്കാം. ഇനി ആ ഉഷാറിൽ തന്നെ നമുക്ക് അടുത്ത പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീന ഫ്രം MV July 24 ബാച്ച്. ടീന. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാട്ടിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും, ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാട്ടിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും, പൂവിളി വരവേൽക്കും തിരുവോണ സദ്യയുടെ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഓണപ്പാട്ടിൻ താളം തുള്ളും നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും, കിളിപ്പാട്ടിൻ ശ്രുതി ചേർത്ത് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ.
ഓക്കെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ടീന, താങ്ക് യു സോ മച്ച്. കുറെ എഫേർട്ട് ഇടാൻ വേണ്ടി ഫസ്റ്റ് നോക്കിയല്ലേ, ആ മൈറ്റിക്ക ആയിട്ടാണ് വന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ഞാൻ കാര്യമാണ്. അല്ല, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇതില് സൂമിൽ ഇങ്ങനെ ഇത് കരോക്കെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് അത് പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. സോ അടുത്ത് നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ സ്നേഹ മാം? മാം ഒരാളും കൂടെ ഉണ്ട്, നിതയും കൂടെ. ഓക്കെ ഓക്കെ. സോ നിത പ്രസന്റ് ആണോ? യെസ് മാം, അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഓക്കെ. കരോക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവൻ കൊമ്പേറുന്നൊരു പൂവാലക്കുയിൽ മാവൻ തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൂവേ. ആ ആ ആ തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. Thank you all. Happy Onam. Thank you for your support. താങ്ക് യു സോ മച്ച് നിത. ഹാപ്പി ഓണം. ഓക്കെ, നെക്സ്റ്റ് ഒരാളും കൂടെ ഉണ്ട് അല്ലേ, സൂസൻ. ഹായ്. ഇല്ലം നിറവല്ലം ഇല്ലം വല്ലം ഇല്ലം നിറഹര നിറപര നിറവല്ലം നിറമല നിറമല നിറ ഇല്ലം പൂത്തില്ലം പൂവല്ലം നിറ 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 നിറയോ നിറ 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 നിറയോ. പുലർക്കാല കുളിരിൽ കുളിച്ചു തോർത്തി കുളില നീർക്കര പുടവ ചുറ്റി മലയാളത്തിൻ്റെ മധുരിമ പോ വരൂ വരൂ പൊന്നോണ പെൺകിടാവേ വരൂ വരൂ പൊന്നോണ പെൺകിടാവേ. ആ ആ ആ ഇല്ലം തിരവല്ലം ഇല്ലം വല്ലം ഇല്ലം നിറഹര നിറപര നിറവല്ലം നിറമല നിറമല നിറ ഇല്ലം പൂത്തില്ലം പൂവല്ലം നിറ 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 നിറയോ നിറ നിറയോ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സൂസൻ. ഓക്കെ,
സോ നമുക്കിനി ഗെയിമിലേക്ക് പോയാലോ മാം? സ്നേഹ മാം. ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഗെയിം അല്ലേ, ഒരു ലൈവ് നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ ഉഷാറായിട്ട് തന്നെ എല്ലാവരും അതിനെക്കാട്ടും ഒന്ന് participate ചെയ്യണേ. ഉഷാറാക്കാൻ അല്ലേ, അതിനെക്കാട്ടും ഒന്ന് ഉഷാറാക്കാൻ, ഒന്ന് ആക്റ്റീവ് ആക്കാനും ഉള്ള ഒരു ഗെയിമാണ് നെക്സ്റ്റ്. അതെ. നിങ്ങൾ ഓറിയന്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തവരെ നിങ്ങൾ ലാസ്റ്റിൽ ഒന്ന് ഓടിക്കുന്ന ഒരു ഗെയിം ഇല്ലേ, അതേപോലെ എനർജി തന്നെ നമ്മൾക്ക് നിൽക്കാം. അപ്പം മാക്സിമം ക്യാമറ ഒക്കെ ഓൺ ആക്കി വെക്കും കേട്ടോ. നമുക്ക് ക്യാമറ ഓൺ ആക്കി വേണം ഈ ഗെയിമിന്. ഇത്രയും പാത്തിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല. ക്യാമറ ഓൺ ആക്കുക. നമ്മുടെ ഈ ഗെയിമിന്റെ പേരാണ് സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കൂ. ക്യാമറ ഓൺ ആണല്ലേ? അത്തം മുതൽ എല്ലാ ദിവസവും പൂക്കളം ഒരുക്കിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ അത്തം മുതൽ എല്ലാ ദിവസവും പൂക്കളം ഒരുക്കിയോ? ഒരുക്കിയെങ്കിൽ എഴുന്നേറ്റോ? ഒരുക്കിയെങ്കിൽ എഴുന്നേക്കാം. ഓക്കെ, ഒരുക്കാത്തവരിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ കണ്ടല്ലോ, ഏതാണോ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ എഴുന്നേക്കുക, അല്ലാതെങ്കിൽ ഇരിക്കുക കേട്ടോ. നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ. ഓണസദ്യ വീട്ടിലുണ്ടാക്കിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. വീട്ടിലുണ്ടാക്കിയോ? വീട്ടിൽ പാകം ചെയ്യോ? ഓക്കെ, ഉണ്ടാക്കിയവരാണ് കൂടുതൽ അല്ലേ? നല്ല കുഞ്ഞുങ്ങളാണ് നമ്മുടെ. ഓക്കെ, ഓണക്കോടി എടുത്തോ? ഓണക്കോടി എടുത്തോ? ചിലരങ്ങ് നിൽക്കുക, ഇനി ഇരിക്കാൻ നേരമില്ല. ഓൾമോസ്റ്റ് അങ്ങ് നിൽക്കുക, എല്ലാം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഊഞ്ഞാലാടിയോ? പ്രായമൊക്കെ ആയി, ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നോ? അതോ ഊഞ്ഞാലാടിയോ? എൻജോയ് ചെയ്തോ? ഇല്ല. ഓക്കെ, ഓണക്കളി ഉണ്ടായിരുന്നോ വീട്ടില്? പല രീതിയിലുള്ള ജംഗ്ഷനിലോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ തൊട്ടടുത്തോ ഫാമിലി മൊത്തത്തിലോ ഓണക്കളി ഉണ്ടായിരുന്നോ? ഓക്കെ, തറവാട്ടിൽ ഒത്തുകൂടിയോ? അതോ സ്വന്തം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയോ? തറവാട്ടിൽ ഒത്തുകൂടിയോ? എങ്ങനെയായിരുന്നു നമ്മുടെ ഓണാഘോഷം? ഓണസദ്യ പുറത്തുനിന്ന് കഴിച്ചവർ, വീട്ടിൽ വെച്ചില്ല മേടിച്ചു കഴിച്ചവര് എത്ര പേരുണ്ട്? അതിലും ഉണ്ട്. ഓക്കെ, ഓണത്തപ്പനെ വെച്ചിട്ടുണ്ടായിരുന്നോ? അതായത് അത്തപ്പൂക്കളെ ഇട്ടു, അപ്പൊ ഓണത്തപ്പനെ വെച്ചിരുന്നോ നമ്മളുടെ അത്തപ്പൂവിന്റെ അടുത്ത്? പേരിന് അത്തപ്പൂ ഇട്ടതേ ഉള്ളൂ, അതോ ആചാരപ്രകാരമുള്ള കറക്റ്റ് ഓണത്തപ്പനെ ഒക്കെ ഒരുക്കിയിരുന്നോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് ഓണത്തുമ്പി തുള്ളൽ കണ്ടിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് മാവേലി നാട് കാണാൻ വരും എന്ന് കരുതി നോക്കിയിരിക്കാറുണ്ടായിരുന്നോ? അതായത് പണ്ട് നമ്മുടെ വീട്ടിൽ പഴമക്കാര് പറയുന്ന കഥയൊക്കെ കേട്ടി അത് വെച്ചിട്ട് നോക്കിയിരിക്കുവായിരുന്നോ? ഓക്കെ, പുലികളിയൊക്കെ വരുന്ന സമയത്ത് ഈ മാവേലി വരും നമ്മുടെ ഓക്കെ. അങ്ങനെ പുറമോട്ട് ഒത്തിരി നമ്മളുടെ ഓണാഘോഷ പരിപാടികളിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കുറെ പോയിട്ടുണ്ടല്ലേ? ഒത്തിരിയും നമ്മള് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ പോയേക്കുന്നത് തോന്നുന്നു. നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ. അപ്പൊ അത് തന്നെ ഞങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷനിലും ഞങ്ങൾക്ക് അറിയാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു നമുക്കൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിരുന്നു. നിങ്ങൾക്ക് സ്ലൈഡ് ഷെയർ ചെയ്ത് തന്നു. എന്തായിരുന്നെന്ന് ഓർക്കുന്നോ? നമുക്ക് 2 പ്രീ ഇവന്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 പ്രീ ഇവന്റ് കോമ്പറ്റീഷനിലും നിങ്ങളുടെ ഈ ഒരു ഓണാഘോഷങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഓണസദ്യയുടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കഴിക്കുന്ന അതിന്റെ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായിരുന്നു നമ്മളുടെ ഓണചിത്രത്തിന്റെ കോമ്പറ്റീഷൻ പറഞ്ഞിരുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞ ഹൈലൈറ്റ്സ്. ഞങ്ങളുടെ ഈ ഒരു ഓണാഘോഷം ഇപ്പൊ ഞങ്ങൾ ഈ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഊഞ്ഞാലാടിയതും ഓണക്കളികളുടെയും അത്തപ്പൂവിന്റെയും എല്ലാത്തിന്റെയും കൂടെ ചേർത്ത് നിങ്ങളുടെ ഈ ഒരു 2024 ഓണം, ഏതായാലും നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നമ്മളുടെ ഈ ഒരു ഗെയിം അല്ലെ നമ്മുടെ ഒരു ആഘോഷത്തിലോട്ട് വന്നത്. അപ്പൊ അതിന് നമ്മൾ റെഡി ആകുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഹൈലൈറ്റ്സും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾക്കും അത് കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളും. അപ്പം അതും നമ്മളുടെ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇത്രയും നേരം നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത പോലെ ഇനി അതിന്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിനകത്ത് ജയിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒത്തിരിയും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതായത് ഒത്തിരിയും ഫോട്ടോസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടി. അപ്പം
അതൊന്ന് മൊത്തത്തിൽ ഞങ്ങൾ ഒരു മാഷപ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാഷപ്പ് പ്രസന്റേഷൻ ഉണ്ട്. നമുക്കത് ജസ്റ്റ് അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചിട്ടൊന്ന് പെട്ടെന്ന് നോക്കാം. അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എൻട്രീസ്. ഓക്കെ, ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമേ. ഓക്കെ, ആദ്യം നമുക്ക് ഓണസദ്യയുടെ മാഷപ്പ് നോക്കാം കേട്ടോ. നിങ്ങൾ എത്ര ഫോട്ടോ വെറൈറ്റി കോമ്പറ്റീഷന്റെ. ഓക്കെ.
നിങ്ങൾ കണ്ടോ? തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഒത്തിരി എൻട്രീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം കുറെ എൻട്രീസ് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്തൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്കിനി അപ്പൊ ഇത്രയും എൻട്രീസിൽ നിന്ന് ആർക്കാണ് ഇത് കിട്ടിയെന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് ഒരു തിരക്കൊരു നമുക്ക് മനസ്സിൽ എന്തോ ഒരു ഇതിൽ ഏതാണ് ഫസ്റ്റ് എന്നറിയാൻ ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുമായിരിക്കും. ആ ആകാംക്ഷ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊരു പാട്ട് കോമ്പറ്റീഷൻ തീരാൻ ഒരു 2 പേരും കൂടെ ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. ആ ഒരു സസ്പെൻസ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് സാൻസി കേൾക്കാമോ? ഓക്കെ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ട് മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ട് മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ലുവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ട് മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ട് മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. കടക്കണ്ണിൽ മഷിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്ന നിറവയറോണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോ നിലവോരമുണരുന്നു സംഗീതം സംഗീതം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു മാം. ഓക്കെ സാൻസി, അപ്പം നമ്മളുടെ മ്യൂസിക് കോമ്പറ്റീഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ഒരു സസ്പെൻസ് ഡിക്ലെയർ ചെയ്യാം അല്ലെ. അതിന് മുമ്പ് നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ പലരും ചാറ്റ് ബോക്സിൽ പാടുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓൾറെഡി നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ തന്നിരുന്നു. അതിൽ നിന്ന് ഫസ്റ്റ് ഫോം ഫില്ല് ചെയ്ത് തന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഇങ്ങനെ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഓൺ ദ സ്പോട്ട് സെലക്ട് ചെയ്തതല്ല. അതുകൊണ്ടാണ് പലരും ഇപ്പൊ ചോദിച്ചപ്പോഴും നമുക്ക് ഓക്കെ പാടിക്കോ എന്ന് പറയാൻ പറ്റാത്തത്. കാരണം നമുക്കൊരു വെർച്വൽ കോമ്പറ്റീഷൻ ആണ്, നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി ആ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സസ്പെൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു ഫോട്ടോ കോമ്പറ്റീഷൻ, അതായത് സദ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോട്ടോ കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായി നമ്മളുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയ ഞങ്ങളുടെ മെന്റർഷിപ്പ് ടീമിന്റെ ലീഡും കൂടായ ലിൻസി മാമിനെ വെൽക്കം ചെയ്യുന്നു. ലിൻസി മാം, ഓവർ ടു യു. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ കഴിഞ്ഞു എന്നറിയാം, പക്ഷെ നമ്മുടെ ലാൻഡ് വൈസ് സംബന്ധിച്ചിടത്തോളം ഇന്നായിരുന്നു ഓണം സെലിബ്രേഷൻ. സോ എല്ലാവർക്കും നമ്മുടെ ഗ്യാദർ ചെയ്തിട്ടുള്ളതും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതുമായിട്ടുള്ള നമ്മുടെ ലാൻഡ് വൈസ് കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മുടെ ലേണേഴ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിവിഷൻസിലുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. സോ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻസ് നമ്മൾ നടത്തിയത്, നമ്മുടെ വയനാടിന്റെ ഒരു ഇതുള്ളത് കാരണം. സോ നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
എത്രയും പെട്ടെന്ന് റിക്കവറായി എല്ലാവരും വരട്ടെ എന്ന് നമുക്ക് നമ്മളുടെ ഓരോ ദിവസമുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ കുറെ പ്രീ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിലൊന്നായിരുന്നു ഓണം സദ്യ, ഫ്ലേവേഴ്സ് ഓഫ് ഓണം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. അപ്പൊ അതിന്റെ വിന്നേഴ്സിന്, അതായത് എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം എൻട്രീസ് കിട്ടിയ ഒരു ഇവന്റും കൂടി ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയുന്ന പോലെ എല്ലാവരുടെയും വീട്ടിൽ ഓണസദ്യയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ, അതിന്റെ ഒരു സന്തോഷം നമ്മളിലേക്ക് പകർന്നുകൊണ്ട് കുറെ പേര് ഫോട്ടോ അയച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അയക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഓണം എന്ന് പറയുന്ന സമയത്ത് ഓണസദ്യയും പൂക്കളവും ഇല്ലാതെ നമുക്കൊരു ഓണത്തെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് ഓണം എന്ന് പറയുമ്പോൾ. ആദ്യം വരുന്നതാണ് ഓണസദ്യയും പായസവും എല്ലാം. അപ്പോൾ നമ്മളുടെ ഈ വന്നിട്ടുള്ള എൻട്രീസ് നമ്മളുടെ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള, നമുക്കറിയാം കോമ്പറ്റീഷൻ ആണ്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് തരുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിന്യാസം കൂടി ആവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യാണ്. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ, പാർട്ടിസിപ്പൻസിനെ ആയിരിക്കും നമുക്ക് വിന്നേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം നമ്മളുടെ ഗൈഡ് ലൈൻസ് എല്ലാം കൂടി നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഓണം, അതായത് ഓണസദ്യയുടെ ലാൻഡ് വൈസ് 2024ന്റെ വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. സോ I think so we can declare the result. For that, let me have the screen. Yeah, screen sharing. Yeah, so we have here the winners of Onam Sadhya 2024. So the first prize is goes to Fatima. Fatima ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, BA Psychology learner ആണ്. And second prize goes to Shahma, and the third prize goes to Ramzia, and we have the consolation prize, that is Mirsha. So എല്ലാവരും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ വി കുഡ്, ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും, നിങ്ങൾക്ക് 3 പേർക്കും അതുപോലെ തന്നെ കൺസലേഷൻ പ്രൈസിന്റെ വിന്നർ ആയിട്ടുള്ള മിർഷയ്ക്കും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. സോ നമുക്ക് എല്ലാവർക്കും വെർച്വലി ഒന്ന് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. കാരണം അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഡെഡിക്കേഷൻ ഒക്കെ ആയിരുന്നു നമുക്കിത് കിട്ടിയത്. സോ അപ്പൊ അതുകൊണ്ട് വൺസ് അഗെയിൻ നമ്മളുടെ ഇതിന്റെ വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. സോ വൺസ് അഗെയിൻ ഞാൻ പറയാം, ഓണം സദ്യ 2024ന്റെ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഫാത്തിമ, BA Psychology July 2022 ബാച്ച് ആണ്. ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷഹ്മ, MBA July 23 ബാച്ച് ആണ്. ആൻഡ് ദ തേർഡ് പ്രൈസ് ഗോസ് ടു റംസിയ, MCOM January 2024. ആൻഡ് വി ഹാവ് ദ കൺസലേഷൻ പ്രൈസ് ദാറ്റ് ഗോസ് ടു മിശ്ര, BA Economics Jan 24 ബാച്ച്. So once again, congratulations everyone, and എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കോമ്പറ്റീഷൻ പ്രീ ഇവന്റ് ആയ നെക്സ്റ്റ് ഐറ്റം ആയിരുന്നു നമ്മുടെ ഓണം ഹൈലൈറ്റ്സ് അല്ലെ. നിങ്ങളുടെ ഈ ഒരു 2024 നമ്മൾ ഗോ ത്രൂ ചെയ്ത ഓണം ഹൈലൈറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒത്തിരിയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ചുമ്മാ പറയുന്ന പോലെ അല്ല, ഒത്തിരിയും റീൽസ് പോലും സ്റ്റാറ്റസ് പോലും കുറെ നമുക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ചിരുന്നു അതിനകത്ത്. അതെല്ലാം കൂടെ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു മാഷപ്പ് വീഡിയോ അതിന്റെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം അല്ലേ. ആദ്യം നിങ്ങളുടെ എൻട്രീസ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് വരാം. സ്ക്രീൻ ഷെയർ ചെയ്യോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മല
മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. Let's go, everybody. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി കാതൽ കരകളി കടക്കണ്ണിൽ മഷിമിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം. പൂക്കൂടുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. കനവുകളോ കസവണിയേ മിഴികളിലും മൊഴികളിലും പൊന്നോണം. ആന്നെ പൊന്നോണം മൂടാനേ വേറെ ലെവലാണേ വൈബാണേ. பாரு நீங்க யாரு நாங்க யாரு கேட்டு பாரு எல்லோரும் இங்க ஒன்று நம்ம ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാറ്റിടാമേ നീ അകലെ മാറി നീ കാണണ്ടേ. ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാറ്റിടാമേ നീ അകലെ മാറി നീ കാണണ്ടേ.
കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴകാണോ വെങ്ങുമലിവാണോ ഓണത്തുമ്പി പാടും ഓരോ രാഗം നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവയ്ക്കു നീ മിഴികൾ വിടർത്താൻ വാ തിരുമുറ്റത്തു നിരത്തും തിരുവോണപ്പൂവായി മാറും പൊന്നോണപ്പൂത്തുമ്പി പൊന്നോമൽ ചിറകു വിരിച്ചിൻ തിരുമുറ്റത്തു നിരത്തും തിരുവോണപ്പൂവായി മാറും പുതുമഞ്ഞിൽ നീരാടി പുതുവേലൻ പട്ടും ചാത്തി പൂവേ പോലെ പാടി പാടി തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂ വല്ലം തരുവാൻ മലയക്കാറ്റേ നീ കൂടെ വരുമോ ഊഞ്ഞാലി താടിയിടും ഇളവയിൽ ചിരിയുമാ നാട്ടുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ ആവരമ്മിൽ നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണേ ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ ആവരമ്മിൽ മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ
പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മേടപ്പൂപ്പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് മുല്ലപ്പൂഞ്ചേലച്ചേരിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ ആവിത ഓക്കെ ഡയറക്റ്റിനുള്ള മാഷപ്പ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? ഹൈലൈറ്റ്സിന്റെ മാഷപ്പ് വീഡിയോ ഒന്ന് കണ്ടല്ലോ. അപ്പം ഇതിലേറെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും, ആർക്ക് കൊടുക്കണം എന്താണ്, അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ഇതേപോലെ ഇതിന്റെ അപ്പുറം കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾക്കും. കാരണം ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴേ ഏറ്റവും ടഫ് ആണല്ലോ. അപ്പൊ അത്രത്തോളം നിങ്ങൾ ബെറ്റർ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ആരും മോശക്കാരൊന്നുമല്ല. പക്ഷെ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രൈസ് വിന്നേഴ്സിനെ കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഹൈലൈറ്റ്സിന്റെ വിന്നേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആരൊക്കെയാണെന്നറിയാൻ അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്കാഡമിക് ഹെഡായ കോർഡിനേറ്റർ ആയ അശോക് സാറിനെ ഇൻവൈറ്റ് ചെയ്തു. അശോക് സാർ. ഗുഡ് ഈവനിങ് സ്നേഹ. ഹലോ. കേക്കാം സർ, കേക്കാം. ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇത് വൈകിയ വേളാണ്. ഇപ്രാവശ്യം ഓണം വന്നതിന് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ പ്രോഗ്രാമും ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മൾ നിങ്ങൾ തന്നെ കണ്ടു, ഒത്തിരി എൻട്രീസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് സ്നേഹ മാം പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ? അത്രയും എൻട്രീസ് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു കോമ്പറ്റീഷൻ ആണ്. നമ്മൾ അതിന് മുന്നേ അതിൽ എൻട്രീസ് നമുക്ക് അയച്ചിരുന്ന എല്ലാവർക്കും ലേൺവൈസിന്റെ ഭാഗത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് നമ്മളൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിലെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത ഒരു എൻട്രീസ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ പേര് ഞാൻ ഒന്ന് പറയാണ്. നമുക്ക് വന്നിരിക്കുന്നത് നിമ്യ ബേബി, MA സൈക്കോളജി ജൂലൈ 23 നിമ്യ ബേബി. അതുപോലെ പാർവതി, MA Jan 24 പാർവതി. ആൻഡ് വിജയ് ഹരിദാസ്, MBA ജൂലൈ 24 വിജയ് ഹരിദാസ്. ഈ 3 പേരെയാണ് നമ്മളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഓണം ഹൈലൈറ്റ് റീൽസിന്റെ വിന്നേഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് സ്ക്രീൻ ഷെയറിംഗ്. അതെ, നമ്മൾ പറഞ്ഞ പോലെ നിമ്യ ബേബി MA സൈക്കോളജി ജൂലൈ 23 സെക്കൻഡ് ഇയർ സൈക്കോളജി ബാച്ചിലർ നിമ്യ ബേബി. ആൻഡ് പാർവതി MA സൈക്കോളജി Jan 24 ഫസ്റ്റ് ഇയറിലെ പാർവതി. ആൻഡ് വിജയ് ഹരിദാസ് MBA ജൂലൈ 24 വിജയ് ഹരിദാസ്. ഇവർ 3 പേരാണ് നമ്മളുടെ ഓണം ഹൈലൈറ്റ് റീൽസിന്റെ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. ആൻഡ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. താങ്ക്സും പറയാണ്. കാരണം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ ലേൺവൈസിന്റെ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ അത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും എൻട്രീസ് എല്ലാം അയച്ച് നമ്മുടെ ഈ ഒരു ഓണം പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ആൻഡ് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഒരു നന്മയുടെ ഒരു പൊന്നോണം ഈ ഒരു വർഷം ഫുള്ള് ആ ഒരു സ്പാർക്കോട് കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അപ്പം നിങ്ങൾ വിന്നേഴ്സിനെ ഒക്കെ കേട്ടല്ലോ അല്ലെ?
നമുക്ക് ഇനി അടുത്ത കോമ്പറ്റീഷൻ, അതായത് നമ്മളിപ്പം ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മളുടെ പാട്ടുപെട്ടി, അതായത് നമ്മളുടെ മ്യൂസിക് കോമ്പറ്റീഷന്റെ വിന്നേഴ്സിനെ ആരൊക്കെയാണെന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കേട്ടോണ്ടിരുന്നത് അതാണല്ലോ അല്ലെ. അപ്പം അതിലെ ഫസ്റ്റ് വന്നിരിക്കുന്നത് മേഘ പീറ്റർ, MBA ജൂലൈ 24. മേഘ പീറ്റർ, MBA ജൂലൈ 24. സെക്കൻഡ് ടീന, MBA ജൂലൈ 24. MBA ജൂലൈ 24, ടീന. Then Shivasri and Shivasri, BBA July 24. Third, BBA July 24, Shivasri. Okay, congrats all. ഇതിനകത്തുണ്ടോ ആർക്കെങ്കിലും? എന്താണ്, ഹാപ്പി ആണോ? മേഘ, ടീന, ശിവശ്രീ ലൈവായിട്ട് നമ്മൾ ഒരു ഗെയിം കണ്ടക്ട് ചെയ്ത്, ഇപ്പം ഹോൾ ഗെയിം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷെ എങ്കിലും ലൈവായിട്ട് ഇതിനകത്ത് കണ്ടക്ട് ചെയ്ത് ഹാപ്പിയാണ്. എല്ലാ വിനേഴ്സും തന്നെ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? നമുക്ക് ഒരു നമ്മുടെ എല്ലാ കോമ്പറ്റീഷൻസും നമ്മളുടെ എല്ലാ വിനേഴ്സിനെയും എല്ലാവരും തന്നെ ഏകദേശം അറിഞ്ഞല്ലേ. ഒരു വെർച്വലി ആണെങ്കിൽ പോലും, എടുത്ത് പറയേണ്ടത് അതാണല്ലോ, നമുക്ക് വെർച്വലി ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് നമുക്കൊരു ഓണം എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാക്ക് ടു നമ്മളുടെ ഒരു സ്കൂളോ കോളേജോ ലൈഫിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ കുറച്ചു നേരമെങ്കിലും ഞങ്ങളെയും കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ലേറ്റ് ആയിട്ടാണേലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം, അല്ലെങ്കിൽ മുന്നോട്ട് നല്ലൊരു സമ്പൽ സമൃദ്ധിയോടെ, അതായത് ഇപ്പം നമ്മളുടെ ജോലി സംബന്ധമായോ സാമ്പത്തികമോ അല്ലെങ്കിൽ ആയുരാരോഗ്യമോ എന്ത് രീതിയിലാണേലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ മുന്നോട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനല്ല, നമ്മളുടെ ഹോൾ ടീം ലേൺ വൈസ് നിങ്ങൾ വിഷ് ചെയ്യുകയാണ്. അപ്പം നെക്സ്റ്റ് ഒരു കോമൺ മീറ്റിംഗ്. സ്നേഹ മാം, ഒരു കാര്യം കൂടെ, എനിക്കൊന്ന് കുറെ പേരൊക്കെ പാട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, പാട്ട് പാടിക്കോട്ടെ എന്ന്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും 1-2 പേർക്ക് പാടണം എന്നുണ്ടെങ്കിൽ ഇപ്പം വോളണ്ടിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് വരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സമയം ലേറ്റ് ആയി, അപ്പം ലേറ്റ് ആക്കാണ്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പാടാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫാത്തിമ മാം, ചാറ്റ് ബോക്സിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് തോന്നുന്നു, നദീറ ആൻഡ് പ്രാർത്ഥന. സോ നദീറ അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിക്കോളൂ കേട്ടോ. നദീറ ആൻഡ് പ്രാർത്ഥന റിപ്ലൈ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ, അപ്പൊ നിങ്ങൾക്ക് പാടാം. ഓക്കെ, സോ 3 പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും 3 പേരെ കൊണ്ട് പാടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം. പാടാൻ താല്പര്യം ഉള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്യുവോ? നദീറ ഓൺലൈൻ ഉണ്ടോ? മ്യൂട്ടാണ്. സൈക്കോളജിയിലാണ്. എല്ലാവർക്കും ആദ്യമായി ഹാപ്പി ഓണം നല്ലൊരു ആശംസിക്കുന്നു. നീ വരൂ മകന്മാൻ പൂവിളി പൂവിളി പൊന്നോണം, നീ വരൂ പൊന്നോണത്തുമ്പി, പൂവണ്ടോടും പൊന്നിൻ ചിഹ്നത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും, പൂക്കൊണ്ടോടും പൊന്നിൻ ചിഹ്നത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും, ഇന്നേ കൊയ്യും നാളെ കൊയ്യും ചെന്നാലത്തും ചിത്തിര ചോരി, ഇന്നേ കൊയ്യാം നാളെ കൊയ്യാം ചെന്നാലത്തും ചിത്തിര ചോരി, പൂവിളി പൂവിളി പൊന്നോണം, നീ വരൂ പൊന്നോണം. താങ്ക്സ് ടു ഓൾ. താങ്ക് യു നദീറ. അടുത്തത് പ്രാർത്ഥന. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണത്തിക്കിളി, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും, ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ
നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി. തിരുവോണമേ വരുകില്ലേ നീ, തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലിനി തേൻചിരിയാലെ പൂച്ചെരിയൂ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. നെല്ലിൻ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി. തിരുവോണമേ വരുകില്ലേ നീ, തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയുടെ തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രാർത്ഥന. നല്ല പാട്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരാളോടുണ്ടായിരുന്നു, ഷഹാനയല്ലേ? ആക്ച്വലി ഞാന് പാട്ട് എനിക്ക് ഫുള്ളൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു 4 ലൈൻസ് മാത്രമേ പാടുന്നുള്ളൂ. ആഗ്രഹം കൊണ്ട് പാടുന്നേ. പാടിക്കോളൂ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറ്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറ്. താങ്ക് യു. താങ്ക് യു ഷിഹാന. മിനി അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിക്കോളൂ കേട്ടോ. ഓക്കെ മാം. ആ, പൊന്നോണം വന്നു പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞീ തണലിൽ. ഒന്നും അറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. മാവിന്റെ ചില്ലയിൽ തുള്ളിക്കളിക്കുന്ന പൂവാലനാരി നില്ലു നില്ല്. താഴോട്ടെനിക്കൊരു ചക്കരമാമ്പഴം തായോ എന്നരുമയായി കൊഞ്ചുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുന്നു നീലഞ്ഞീ തണലിൽ. ആനവാൽ മോതിരം മോഹിച്ചു കോവിലിൽ ആനതൻ പിമ്പേ നടക്കുന്നു. നീർക്കോഴിയോടും കലമ്പുന്ന കൈതപ്പൻ നീർക്കുടക്കീഴിലിരിക്കുന്നു. പൊന്നോണം പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞീ തണലിൽ. ഒന്നും അറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. വന്നു നിൽക്കുന്നു നമ്മൾ. ഞാവൽ പഴം തിന്നു നാവു കറുക്കുമ്പോൾ നാണിച്ചെന്നെ നോക്കുന്നു. ആയത്തിലാടുന്നൊരു ഞാലിൽ
ഭൂമിയും ആകാശവും തൊട്ടുമാറുന്നു. പൊന്നോണം വന്നു തട്ടൂരിക്കുമീ ഒന്നിലങ്ങി തണലിൽ പിഞ്ചോമലകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. താങ്ക് യു മാം. താങ്ക് യു മിനി. സോ നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം കേട്ടോ ഇനി. സോ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓണാഘോഷം സമ്പൂർണ്ണമായി നിറവേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവസം എല്ലാവർക്കും ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമായി മാറട്ടെ. നിങ്ങൾ എല്ലാവർക്കും വീണ്ടും ഒരു തവണ കൂടി മനസ്സിൽ നിന്ന് ആശംസകൾ നേരുകയാണ്. നന്ദി. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഗുഡ് നൈറ്റ്.